ഫസ്റ്റ് വീട്ടിൽ കല്യാണാലോചന തുടങ്ങിയപ്പോഴത്തേക്കും വലിയ താല്പര്യമില്ലാണ്ട് ഒരു കോളിൽ കയറി സംസാരിച്ചത് അഖിത്തുമായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ ഒരു സ്ട്രേഞ്ചർ എന്നുള്ള ഫീലിങ്ങേ ഉണ്ടായില്ല. എന്തോ കുറേ നാളായിട്ട് അറിയാവുന്ന ഒരു നോർമൽ ചില്ലായിട്ടുള്ളൊരു നല്ല കോൺവെർസേഷൻ ആയിരുന്നു, നല്ല ടൈമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തോ എവിടെയോ ഒരു വൈബ് ചെക്ക് ശരിയായി. അങ്ങനെ പ്രൊസീഡ് ചെയ്തൊരു കാര്യമായത്. പിന്നെ അങ്ങോട്ട് നമ്മൾ റെഗുലർലി ഓഫീസിൽ സെയിം ലൊക്കേഷൻ ആയിരുന്നു മീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ അത് കല്യാണം വരെ എത്തി. ഏതൊരു പാരൻസിൻ്റെയും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മക്കളുടെ വിവാഹം എന്നത്. അതിന്ന് യാഥാർത്ഥ്യമാകുകയാണ്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ക്ലിഫിൻ ആസ് എ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് കല്യാണം കഴിക്കും, ഞാൻ കല്യാണമേ കഴിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ക്ലിഫിൻ. ലാസ്റ്റ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കീത്തോ ഒന്നൊരു പ്രപ്പോസൽ വന്ന കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യം ഓർത്തു ക്ലിഫ് കല്യാണം കഴിക്കില്ല. എന്നാലും കീത്തോനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞപ്പോഴേക്കും ക്ലിഫി എനിക്ക് തോന്നി ഫസ്റ്റ് തന്നെ ഇംപ്രസ്ഡ് ആയി തോന്നുന്നു കീത്തോല്. അങ്ങനെയാണ് കീത്തോലിക്ക് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ മനസ്സിൽ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ. ഇതും മാറ്റിവെക്കാൻ പറ്റില്ല. എന്നാലും ഒരു പുതിയ ജീവിതം അവർക്ക് കിട്ടുന്നുവെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപ്രകാരം ദൈവനിശ്ചയം പോലെ അത് സാധ്യമാവുന്നു.